നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിൽ ആകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ.
പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്തതേക്കായി സ്തോത്രം. ഹല്ലേലൂയ കടന്നു ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവരുടെ സമസ്ത മേഖലയിലും കർത്താവിന്റെ നിറവ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമായി കടന്നു വരുന്നതേക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ കടന്നു വരാനുള്ളവരെ തക്ക സമയത്ത് കൂട്ടിവരുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഇന്ന് സൗഖ്യമായി സന്തോഷമായി സ്വസ്ഥതയായി സമാധാനമായി ഹല്ലേലൂയ സമ്പത്തായി ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവേ അപ്പാ നീ വെളിപ്പെടുത്തുന്നതേക്കായി നന്ദിയോടെ സ്തോത്രം. കൃപയിലപ്പ ഞങ്ങളെ പുതിയതിലേക്കായി സ്തുതിക്കുന്നു കർത്താവേ. അല്പസമയം സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ സന്നിധി ബോധത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതേക്കായി നന്ദിയോടെ സ്തോത്രം. ആദ്യയോടെ ഞങ്ങൾ കൂടെ ഇരിക്കുന്നതേക്കായി സ്തുതിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോടൊപ്പം വരാനും കർത്താവിന്റെ സാക്ഷിയായിരിക്കാൻ ഇടയാക്കിയതൊക്കെ കർത്താവിനെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് അമേരിക്കയിലേക്ക് വരാനൊരു വഴി ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആക്ച്വലി അരിസോണയില് ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ പ്രമാണിച്ചൊരു ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇവിടെ അബുദാബിയിലുള്ള ഒരു സ്കൂൾ നടത്തുന്ന ഒരു മീറ്റിംഗ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നു. ആ മീറ്റിംഗിൽ വലിയൊരു വിടുതലും അനുഗ്രഹവും കർത്താവ് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിനുവേണ്ടി വരാൻ കർത്താവ് വഴിയൊരുക്കി. അങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ന്യൂയോർക്കിൽ കുറച്ച് സഹോദരി സഹോദരന്മാരുണ്ട്, അവരെ കൂടെ ഒന്ന് കാണാൻ അവസരം മോഹൻ ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അവർ അങ്ങനെ ഈ വീക്കെൻഡിലൂടെ വരാൻ ഒരു വഴിയൊരുക്കുക. നിങ്ങളുമായിട്ടൊരു കൂട്ടായ്മയായിട്ട് ഇടയാക്കിയ പുറത്തേക്ക് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും നിങ്ങൾ ഇത്രയും പേരൊക്കെ വരാനിടയായി വളരെ സന്തോഷം. ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിതാണ്
ഞാൻ കേരളത്തിൽ സാധാരണ മീറ്റിങ്ങിൽ നമ്മുടെ കോട്ടയത്തെ മീറ്റിങ്ങിൽ 19,000 പേര്, എല്ലാ മീറ്റിങ്ങിലും 19,000 പേരോട് പ്രസംഗിക്കുന്ന ഒരാളാണ്. പ്രൈസലോ. ഈ പ്രാവശ്യം ഫ്ലൈറ്റേ വരുമ്പോൾ ഞാൻ ഉറങ്ങാൻ പെട്ടെന്ന് കർത്താവ് അടുത്ത് വന്നിരുന്ന ഒരു ആത്മാവിന്റെ കണ്ണുനീരിന് വേണ്ടി കൂടെ പോകുന്നയാളാണ് ഞാൻ എന്ന് എന്നോട് സംസാരിച്ചു. ഒരു വ്യക്തിയുടെ കണ്ണുനീര് കണ്ടാൽ അതിനുവേണ്ടി പോകുന്ന ഒരു കർത്താവ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കുറെ നേരം ദിവസം എഴുതുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇനി ഞാൻ കണ്ണുനീര് പോകും. എനിക്ക് ആരുടെ കണ്ണുനീരൊപ്പം കഴിയില്ല. നമ്മുടെ കണ്ണുനീര് ആരൊപ്പം നമ്മുടെ ആവുന്നിരിക്കും. അപ്പൊ വല്ലവരുടെയോ കണ്ണുനീരൊപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവ് ഏറ്റവും കർത്താവ് കണ്ണുനീര്. ഹല്ലേലൂയ. രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു മോളെ കർത്താവ് സൗഖ്യമാക്കാൻ എന്നെ കാണിച്ചു. കൊച്ചു മോളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഒരു കൊച്ചു മോക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല. സൗഖ്യമാക്കുന്ന ഒരു കൊച്ചു മോളെ കൊണ്ട് വരുന്നതായിട്ടോ കൊച്ചു മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദർശനം പോലെ ഉണ്ടായി. പ്രാർത്ഥികളുണ്ടോ എനിക്കറിയില്ല. അതോ വരുമെന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പേര് വന്ന മോളുടെ അത്രയൊക്കെ ഉള്ളത് തീരെ കുഞ്ഞല്ല. അപ്പൊ കർത്താവെല്ലാം കാണുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടിയും പോകുന്ന ഒരു നല്ല കർത്താവാണ്. നമുക്ക് അല്പസമയം ആയിരിക്കുന്ന ഇരുപ്പിൽ തന്നെ ആ കർത്താവിനെ സ്തുതിച്ച് സ്വോത്രം 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 സ്വോത്രം. എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും മാറ്റാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ആരെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചേ കർത്താവെ സ്വോത്രം സ്വോത്രം. ഇന്ന് രാവിലെ എല്ലാവരെയും കർത്താവ് സ്പർശിച്ചേ വിടുന്നു. ഓരോ പ്രാർത്ഥിക്കാം. കർത്താവ് ഒന്നേന്നുള്ള ആളെ കൂട്ടിവരുത്തും. അതായത് വൈകിട്ടായിരിക്കും, നമുക്കറിയത്തില്ല ഈ ദിവസങ്ങളുടെ മീറ്റിംഗുകളായിരിക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും പ്രാർത്ഥിക്കാം. സ്വോത്രം 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 സ്വോത്രം. അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കൈ കോർത്ത് അല്പസമയം പ്രാർത്ഥിക്കും. വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ഓ നന്ദി കർത്താവേ, നന്ദിയോടെ സ്വോത്രം. നന്ദി സ്വോത്രം 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 കർത്താവേ. ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് കഴിയാത്ത ഒരു വിഷയവുമായി നിങ്ങൾ ആരും നിന്റെ സന്നിധിയിൽ വന്നിട്ടില്ല.
Jesus' name. Jesus' kർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും
കാര്യങ്ങൾക്കും ഒരു ഒളിക്കപ്പെട്ട സ്ഥിതിവിശേഷം മറക്കരുത്. കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു ഒളിക്കപ്പെട്ട സ്ഥിതിവിശേഷം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞു ഒരുക്കിയിട്ടുള്ളത്, ഒരുക്കാൻ പോകുന്നത് നല്ല. പിന്നെ ഒരുക്കി വെച്ച് യജമാനൻ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്കുകൾ, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. അവരെ നമ്മൾ പറയുന്ന കർത്താവെ അത് ചെയ്യണം. പക്ഷേ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിക്കത്തുള്ളൂ. നമ്മള് സാധാരണ മനുഷ്യരായ നമ്മള് ഒരു കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചാൽ 100 പേരുണ്ടെങ്കിൽ 150 പേർക്കുള്ള ഒരുക്കിയിട്ട് എത്തിയത്തുള്ളൂ. ഒരാളാവിനെയും അമ്മായിന്റെയും സൃഷ്ടിക്കുമ്പോൾ എത്ര കോടി പേര് ശ്വസിച്ചാലും തീരാത്ത ഓക്സിജൻ സൃഷ്ടിച്ചിട്ടാ അവരെ കർത്താവ് സൃഷ്ടിച്ചു. അവർക്ക് ശ്വാസം കൊണ്ടെന്ന് കണ്ടപ്പോ ഒരു കുറ്റി ഓക്സിജനുമായിട്ട് കർത്താവ് വരികയല്ല. 6 ദിവസം കൊണ്ട് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി അന്നേരമാണ് അകത്ത് ചത്തുപോയ ജീവൻ തിരിക്കുന്നത്. അതിനാ വീണ്ടും ജനനം എന്ന് പറയും. ആ ശ്വാസം അകത്തുള്ളതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങളിവിടെ വന്നത്. അപ്പോൾ അന്ന് ശ്വാസം ഊതിയവർക്ക് വേണ്ടി 6 ദിവസം കൊണ്ട് മുഴുവൻ സൃഷ്ടിച്ചിട്ടാണെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു. 2 പത്രോസ് 1 ആദ്യ വാക്യങ്ങൾ പറയാണ്. എന്റെ കൂടെ പറയാം, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ. വേണ്ടിയത് ഒന്നോട് പറയാം, വേണ്ടിയത് ഒക്കെ. ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയതാണ്? ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നമ്മുടെ ഭൗതിക ജീവൻ. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവൻ. ഇതിനു വേണ്ടിയതൊക്കെ എന്തിരിക്കുക? ദാനം ചെയ്യുമെന്നല്ല, പിന്നെ ദാനം ചെയ്തിരിക്കുക. അത് തന്നെയാണ് 1:2 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? പറഞ്ഞേ അറിയണം. ഇന്ന് രാത്രി ഇന്ന് പകൽ കർത്താവ് ഓരോരുത്തരോടും പറയാം, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കോട്ടയത്ത് 2008 നമ്മുടെ ആരാധന സ്ഥലം ഹിന്ദുക്കൾ വന്ന് അറ്റാക്ക് ചെയ്ത് അത് പൊട്ടി. വീണ്ടും അവിടെ കയറാണ്ട് എവിടെയായി. അതിനുശേഷം 3-4 വർഷം മുമ്പ് വീണ്ടും പണിയാൻ ആരംഭിച്ചപ്പോൾ പലരും അതിനകത്ത് വഞ്ചിച്ച് നമ്മൾ ഒടുവിൽ വിശ്വാസികൾ എന്ന് ആരാധിക്കണം എന്ന സ്ഥലം കിട്ടത്തില്ല, ആരും തരികയില്ല. പല സ്ഥലങ്ങളിലായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കും. മണർകാട് ഒരു ഹോളിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു വചനം ഉണ്ടാകത്ത്. അതിങ്ങനെയാണ്, യേശു തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം? വെച്ച് നിനക്ക് പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ? ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം പറയാം. കർത്താവ് തെരഞ്ഞെടുത്ത മക്കളെ കുറിച്ച് മക്കളോടൊരു വലിയ കാര്യം പറയാം. നമ്മുടെ കാര്യങ്ങൾ കർത്താവിന്റെ കാര്യങ്ങൾ. അന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ ഈ വിഷയത്തിൽ നീ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ അന്ന് വചനം സംസാരിച്ചപ്പോൾ അന്ന് മുതൽ എന്റെ പ്രാർത്ഥന മാറി, കർത്താവെ നമ്മുടെ വിഷയം നടത്തട്ടെ. ഞങ്ങളുടെ നാട്ടിലൊരു
ഒരു മനുഷ്യൻ ആദ്യം കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ കഴിച്ചു. ആ മനുഷ്യൻ വേറെ സ്ത്രീയെ കല്യാണം കഴിച്ചു. അവരും ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതായിരുന്നു. ഭർത്താവ് മരിച്ചു, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചപ്പോൾ ഓരോ പിള്ളേരുണ്ട്. അവൻ ഇവര് കല്യാണം കഴിച്ചുകൊണ്ട് കുഞ്ഞുണ്ടായി. തമാശ പറഞ്ഞാൽ ഇതിന് പറിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൊച്ചു എന്റെ കൊച്ചു കൊണ്ട് നമ്മുടെ കൊച്ചിനെ. പക്ഷെ കർത്താവിനോട് പറഞ്ഞാൽ മേലാൽ അവർ രണ്ടല്ല, ഇത് ഞാൻ ക്രിസ്തുവിനെ നമ്മുടെ വിഷയങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് കർത്താവിനെ കാണാതെ നമ്മുടെ വിഷയങ്ങൾ കർത്താവിനെ വിഷയം. ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യയും പറയാറില്ല എന്തോ ചെയ്യാപ്പോ കർത്താവിന്റെ രണ്ട് പിള്ളേരെ വളർത്തുക എന്ന് പറയാറില്ല. എന്റെ കൂടെയാണ്. മനസ്സിലാകുമ്പോ അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് ദൈവമൊക്കെ വരണം. എനിക്കായിട്ടൊരു വിഷയമില്ല എന്റെ എന്ന് പറഞ്ഞു. എന്റെ ആ മോളെ കെട്ടിക്കാറായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എങ്ങനെ ചോദിക്കപ്പെടാ, അങ്ങനെ അല്ല പറയുന്നത്, നമ്മുടെ മോളെ അങ്ങനെ ഒന്ന് ആരെയും തീരുമാനമാണ് കർത്താവിന്റെ ആഗ്രഹം. കർത്താവ് നമുക്കൊരു വണ്ടി വേണ്ടി, നമുക്കൊരു വീട് വേണ്ടി, എനിക്ക് വീട് തരുന്ന ഒരാളായിട്ട് കർത്താവിനെ കാണാതെ മേലാൽ അവർ രണ്ടല്ല ഒന്നത്രേ. ഇത് ഞാൻ ക്രിസ്തുവിനെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ലോകത്തിലെ ഭാര്യാഭർത്തൃബന്ധവും വേർപിരിയും മരണത്താലോ കർത്താവിന്റെ വരവിനാലോ. പക്ഷെ ഇനി ഒരിക്കലും വേർപിരിയാത്ത പിരിയാ ബന്ധമാണീതു, പിരിയാ ബന്ധമാണീതു, പിരിയാ ബന്ധമാണീതു യുഗകാലം വരെയും. മകൾ സ്നേഹം പിതാവോ മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിന മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. കർത്താവിന് നമ്മളെ കാണുന്നത് കർത്താവിന്റെ ഭാഗമായിട്ട്. നമ്മളും ഇനിയും നമ്മുടെ വിഷയങ്ങളെ അങ്ങനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരുടെ നാം അക്കരയ്ക്ക് പോകാം എന്തോ പറഞ്ഞ് അടുത്തിരിക്കുന്ന ഒന്നാമത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ പൊക്കോ നല്ല പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണോ അമേരിക്ക എന്ന വാക്കിലേക്ക് പറഞ്ഞെന്ന് എനിക്കറിയില്ല. അമേരിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് നാടിനെ ശ്രമിച്ചു. ഇവിടെ വന്നപ്പോ അമേരിക്കയിൽ ഇന്ത്യയിലാരോ പറഞ്ഞ് മുടിഞ്ഞ സ്ഥലം പെട്ടെന്ന് പോയാൽ മതി. ഇവിടെ വന്നപ്പോ പറയും മുടിഞ്ഞെടുത്ത് പോകരുത്, നാം അക്കരയ്ക്ക് പോകാം. സോറിയൊക്കെ ഒന്ന് പറഞ്ഞേ, കർത്താവേ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, ഞാൻ വന്നതല്ല. ഒന്ന് പറഞ്ഞേ. എന്തൊരു പാട്ടുണ്ടല്ലോ Yeah.
ഒരിക്കൽ കോട്ടയത്തിന്റെ അടുക്കൽ ഒരു വൈഫും ഹസ്ബൻഡും കൂടെ വന്നു. രാവിലത്തെ മീറ്റിംഗ് വന്നു. 15 ലക്ഷം രൂപ കടം. ഈ ഉറങ്ങാൻ പറ്റും വലിയ പ്രയാസം. വീട്ടിൽ കയറിയിരിക്കുക. ഭാര്യ വളരെ വിഷയമാണ്. പക്ഷെ അതിലും വലിയ വിഷയം ഭർത്താവിന്റെയും ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു സ്വസ്ഥതയില്ല. കർത്താവിന്റെ അകത്ത് വാക്യം എഴുതി നോക്കി. അങ്ങനെ കടം മാറുന്നതിന് മുമ്പ് കടഭാരം, മനസ്സിലെ ഭാരം പിശാച്. ഞാൻ മുമ്പോട്ട് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൂടാതെ സൗരമായിരുന്നു. ഈ മനുഷ്യൻ ചക്കോട്ട് കുറഞ്ഞ കൊടുക്കണം വന്നിട്ട് പറയാൻ ഇറങ്ങി. അടുത്ത ആഴ്ചയിൽ ഒരു യോഗത്തിന് വന്നപ്പോ ഈ സഹോദരൻ ചിരിച്ച് തുള്ളിച്ചാടുകയാണ്. ഞാൻ ചോദിച്ചു, എന്റെ വിടുതലും നടന്നു? ഒരു വിടുതലും നടന്നില്ല ബ്രദറെ, ഭാരം പോയി. ഇനിയും കൃപ തോന്നിക്കരുളിടണേ, ഇനിയും പ്രശ്നം തീർന്നിട്ട് സന്തോഷിക്കാൻ ലോകത്തുള്ളവർക്ക് പറ്റത്തില്ല. ഇല്ലേ? ലോട്ടറി അടിച്ചാൽ ചിരിക്കാൻ ആർക്കാവില്ല. നമ്മൾ അങ്ങനെയുള്ളവരല്ല. അപ്പോസ്തലന്മാരെ ആ ജയിലിനകത്ത് പിടിച്ചിട്ടപ്പോൾ അവരും ചെയ്തു. ആ വാചകം പറയാം, പാടി സ്തുതിച്ചത് അങ്ങനെയല്ല, പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു. എല്ലാവരും പറയും പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയോ? ശരീരം മുറിവേറ്റി ഒത്തിരി പ്രയാസത്തിന്, മനഭാരത്തിന്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചടങ്ങാക്കി ക്രിസ്ത്യാനി. കൂടുതൽ നേരം പ്രാർത്ഥിച്ചാൽ ദൈവം പിടിക്കുകയായിരുന്നു. പ്രാർത്ഥനയെ ചടങ്ങാക്കിയത്. ഇവിടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥന ഒരു സെക്കൻഡ് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ അത് അറിയിച്ചാൽ അപ്പോൾ എന്താ സംഭവിക്കുന്ന? കാര്യം നടക്കുമെന്നല്ല എഴുതിയിരിക്കുന്നു. സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം. സകല വിഷയത്തിന്റെ വിടുതലാണോ ആദ്യം കിട്ടുന്ന സമാധാനം? അങ്ങനെയാണ് ഈ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. എന്തിനാ? പ്രാർത്ഥിച്ചതിന്റെ ഭാരം ദിവസങ്ങൾ കൊടുക്കുമ്പോൾ എന്നിൽ ദൈവരാജ്യം വരും. ദൈവഭരണം എന്നെടുത്ത് നമുക്ക് രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നെങ്കിലും യേശു കർത്താവെന്ന് പറയുന്നെങ്കിലും പലപ്പോഴും യേശു അല്ല നമ്മുടെ മനസ്സിനെ കർത്തൃത്വം നടത്തുന്ന ഭാരം. ഇന്ന് ആദ്യം ഞാൻ പഠിപ്പിക്കണമെന്ന് ആദ്യം തന്നെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കാൻ. അല്ലാതെ എത്ര വചനം പഠിച്ചാലും നമ്മുടെ ചേമ്പലെ വെള്ളം ഒഴിക്കുന്ന പോലിരിക്കും. വിഷയം തീർന്നിട്ടല്ല സന്തോഷിക്കേണ്ടത്. വിഷയം നമുക്കൊരു വിഷയമല്ല. ആമേൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വിശുദ്ധീകരിപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ മനസ്സിന്റെ സിംഹാസനം ആർക്കോട്ട് കൊടുക്കണം? ക്രിസ്തുവിന്. മത്തായി 6:31 വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ വിചാരപ്പെടുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, വിചാരപ്പെടുമ്പോൾ എന്നെ റൂൾ ചെയ്യുന്ന ദൈവമാണോ? ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ വിശ്വാസിയ, പാസ്റ്റർ, TV പ്രസംഗിക്കുന്നുണ്ട്, ബൈബിൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യം എന്താകുമെന്ന് ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ am I in the kingdom of God? പറഞ്ഞാട്ടെ, എന്നെ റൂൾ ചെയ്യുന്ന കർത്താവാണോ? അല്ല, അത് ഈവിൾ കിങ്ഡം. എന്തുവാ ദൈവരാജ്യം എന്ന് പറയുന്നത്? കിങ് ഡോമിനേറ്റഡ് ലൈഫ്. പറഞ്ഞേ, ഡൊമിനിയൻ ഓഫ് ദ കിങ് ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവൻ രാജാതി രാജാവും. അവൻ ഇന്നലെയും ഇന്നും നാളെയും ഒന്നിച്ച് കയ്യിലുള്ളവൻ. അവന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇന്നലെയും ഇന്നും നാളെയും. നിന്റെ ഇന്നലകളും നിന്റെ ഇന്നും നിന്റെ നാളെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് ഒരു സ്ഥലമല്ല എന്ന് പറയാം. ഒന്ന് പറഞ്ഞു, ദൈവരാജ്യം എന്നല്ല, സ്വർഗം ഒരു സ്ഥലമാണ്. സ്വർഗം ഒരു, ആ സ്വർഗത്തിലുള്ളത് എന്തോ ആ അനുഭവമാണ്. അത് നമ്മൾ അനുഭവിക്കണം.
ഈ ഭൂമിയിൽ പ്രതിസന്ധികളുടെ നടുക്ക് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ പോവാണ്. ഭാരപ്പെട്ട മുഖത്തോടെ അല്ല, ജയത്തോടെ. പ്രതിസന്ധി ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മകന്റെ വിഷയം വെറുതെയാവും. ഒരു ചടങ്ങിന് നമ്മൾ ആരാധിക്കുകയല്ല, നമ്മളെ ഫ്രീ ആവുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഫ്രീ ആവും. ദൈവരാജ്യം വീട്ടിൽ വരത്തില്ല, നിന്നിൽ നിന്ന് ഒഴുകത്തെ ഉള്ളൂ. കൈവിടുന്ന് പറഞ്ഞാൽ സ്വോത്ര സ്വോത്ര സ്വോത്ര. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവരാജ്യം വീട്ടിൽ വരുത്തണ്ട. ഇത് നിന്റെ അകത്ത് നിന്ന് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്വോത്രം. ഇത് എവിടുന്നാ വരുന്നത്? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഭാരപ്പെടുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുകയില്ല. എവിടുന്ന ഇത് ഒഴുകുന്നത്? ഒരു വഴി കാണുന്നില്ല. വിശ്വാസത്തിന്റെ വാക്കെന്ന് പറഞ്ഞേ ദൈവരാജ്യം വീട്ടിൽ ഒഴുകും. കരങ്ങൾ തട്ടി വായി തുറന്ന് ഉള്ളം തുറന്ന് വീട്ടിൽ പിശാചിന്റെ രാജ്യവും നമുക്ക് കൊണ്ടുവരാം. ദൈവത്തിന്റെ രാജ്യം വീട്ടിലൊരു ചെറിയ വിഷയമുള്ളപ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. ആ വാക്കുകളുടെ മേൽ ദുരാത്മാവ് അവിടെ വരും. ആ വീട്ടിൽ ഗ്ലൂമി ആവും, അവിടെ പ്രതിസന്ധി ആവും. പക്ഷെ വീട് മുഴുവൻ പ്രതിസന്ധി ഉള്ളപ്പോഴും നീ ഒന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവ് മതിയാകും. ഇവിടെ അത്ഭുതം നടക്കണം. ഒറ്റ വാക്ക് ദുഷ്ടന്റെ അടിത്തറയാണ്. ദൈവരാജ്യം പവർഫുൾ അല്ലേ? ദൈവത്തിന്റെ കിരീടത്തെ ജയിക്കാൻ വല്ലതിന് പറ്റുമോ? ഇരുട്ടൊക്കെ വിട്ട് മാറിപ്പോകും, രോഗങ്ങൾ ഒഴിഞ്ഞു പോകും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരാളും പൊളിച്ച മാവിനോട് സാദൃശ്യം. അത് അല്പം മതി അല്ലേ? അത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അത് മുഴുവൻ പൊളിക്കും. നീ നെഗറ്റീവ് പറയരുത്, നീ നിരാശയുടെ വാക്ക് പറയരുത്, നീ പരാജയത്തിന്റെ വാക്ക് പറയരുത്. എല്ലാവരും പരാജയത്തിന്റെ വാക്ക് പറയുമ്പോൾ ഭാരതത്തിനകത്ത് നീ പറയണം നമ്മുടെ കർത്താവ് മതിയാണ്. ഞാൻ കാഴ്ച പ്രാപിക്കത്തില്ല, ഉയർന്ന തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ നമുക്ക് ശബ്ദിക്കാൻ വാക്കുകൾ പിശാച് ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ വാ അടച്ചു വെപ്പിക്കാൻ, സ്തോത്രം ചെയ്യിപ്പിക്കത്തില്ല. രണ്ട് നല്ല വാക്ക് പറയാൻ നമ്മുടെ വാ തുറക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. എന്നാൽ നാട്ടിലെ ആ ന്യൂസും ഈ ന്യൂസും നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് 100 നാക്കാണ്. എന്നാൽ കർത്താവ് വലിയവനെന്ന് പറയാൻ നമ്മുടെ നാവ് പൊങ്ങത്തില്ല. അവന്റെ അടിവേരണം ഒന്ന് പറഞ്ഞു നോക്കി. യേശു മതിയാണ്. ഒന്ന് പറഞ്ഞേ കർത്താവ് മതിയാണ്. ഉയർച്ച തന്നെ പ്രാപിക്കും, കാഴ്ച പ്രാപിക്കത്തില്ല. ഓ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖേന എനിക്ക് ജയമുണ്ട്. യേശുവിന്റെ കർത്താവാണ്. അതിന് പരാജയമാകത്തില്ല, നശിച്ചുപോകത്തില്ല. ആവോട് വിളിച്ചു പറഞ്ഞോട്ടെ. സ്പീക്കിംഗ് ഔട്ട്, സ്പീക്കിംഗ് ഔട്ട്, സ്പീക്കിംഗ് ഔട്ട്. ഓ കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. എന്ത് കുടിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്വേഷിക്കരുതോ അധ്വാനിക്കരുതോ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരം നമ്മുടെ മനസ്സിൽ വരുമോ ഇല്ലയോ ഭൗതിക കാര്യങ്ങളെ കുറിച്ച്? പക്ഷെ അതകത്ത് സ്റ്റേ ചെയ്യാൻ സമ്മതിക്കരുത്. അന്നേരം പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് ഇന്ന വിഷയത്തെ കുറിച്ചൊരു ഭാരം, നീ ചെയ്തതിനായി സ്തോത്രം പറയുന്ന നിമിഷം ആയിട്ട് വിളിക്കും. നമ്മുടെ ഹൃദയം ദൈവഭരണത്തിൽ കാക്കേണ്ടത് എന്റെ ജോലിയാണ്. സ്തോത്രം എന്നിട്ട് പറയാണ് മുമ്പേ നിങ്ങൾ അവന്റെ You seek the kingdom of God. Amen. Kingdom of God എന്ന് പറഞ്ഞാൽ കർത്താവ് നിത്യമായിട്ട് സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചല്ല. നിന്റെ ഹൃദയത്തിൽ എന്ത് അന്വേഷിക്കണം? ദൈവരാജ്യം. പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ഭാരങ്ങൾ കൊണ്ട് കൊടുത്താൽ മതി. അതാണ് റോമർ 14:17 പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പിന്നെ നീതിയും സമാധാനവും
പരിശുദ്ധാത്മാവിൽ അതൊരു അനുഭവമല്ലേ? അല്ലേ? കർത്താവ് എന്നെ നടത്തും എന്ന് വിശ്വസിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം അസ്വതം നീതി നല്ല നീതി ബോധവും കർത്താവിനെ നീതീകരിച്ചു, ഞാൻ പാപിയല്ലെന്നുള്ള ബോധമാണ് ആദ്യം ഉണ്ടാകും. അതായിരിക്കും ഞാൻ ടീച്ച് ചെയ്തു. യേശു ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പാപിയല്ല എന്ന് പറഞ്ഞു. ഞാൻ നല്ലവനായതുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറവില്ലാത്തതുകൊണ്ടല്ല, യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. ഞാൻ നീതിമാനാണ്. വിളിച്ചു പറയാം, അതാണ് നീതിബോധം. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും കർത്താവ് ചെയ്തോളൂ. എന്റെ കർത്താവ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്തൊരു ജയമെന്ന് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലാ ഭാരപ്പെടുന്ന കാര്യത്തെ നോക്കിയിട്ട് പറഞ്ഞ് എന്റെ കർത്താവ് ചെയ്തോളൂ. അമ്മോന്റെ കാര്യം, അമ്മോടെ കാര്യം, ആ സാമ്പത്തിക വിഷയം, വീടിന്റെ കാര്യം, ആ മിനിസ്ട്രിയുടെ കാര്യം പറഞ്ഞ് എന്റെ കർത്താവ് ചെയ്തോളൂ പറഞ്ഞ് ചെറിയ കാര്യമൊന്നും പറയുമ്പോൾ ദുഷ്ടന്റെ അടിയിലേക്ക് വിടുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയില്ലേ? കിട്ടിയോ? അത് തന്നെ ഇവരാഴ്ച അല്ല, ഇത് വലിയ തിയോളജി ഒന്നുമല്ല. അന്നേരം മനസ്സിലൊരു സമാധാനം കിട്ടിയില്ലേ? അപ്പോൾ അത് അന്വേഷിച്ചാൽ മതി. അതോടുകൂടെ ഇതൊക്കെ വീട് വേണോ പുറകെ വന്നോ കണ്ടോണോ ഒന്ന് സമാധാനിച്ചു. അതിന് പകരം ദൈവമക്കൾ ചെയ്തിരുന്ന അസൂയപ്പെടുക, അവർക്ക് കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല. വേറെന്തോ എന്റെ മനസ്സിലേക്ക് അതിനെ എന്റെ കാൽക്കീഴിട്ട് കിട്ടിയതിൽ സന്തോഷം, ലഭിച്ചതിൽ കണ്ടന്റാണ്. ഇത്രയും കർത്താവ് നടത്തിയത് അതിന് നന്ദി പറഞ്ഞു. നമുക്കിവിടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. താങ്ക്സ് ഗിവിംഗ് എളുപ്പം, പക്ഷെ പലയിടത്തും നന്ദിയുള്ളവരായും ഇരുത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കീബോർഡ് പാട്ടുകൊണ്ട് നന്ദിയുടെ പാട്ട് പാടാൻ എളുപ്പം, പക്ഷെ ഹാവിംഗ് thankfulness is very difficult. അതിന് കണ്ടന്റ് ആകണം. ഇത്രയും തന്നല്ലോ, ഇത്രയും നടത്തിയല്ലോ, ഇന്ന് രാവിലെ കഴിച്ചല്ലോ, ഉച്ചയ്ക്കുള്ള വീട്ടിൽ വെച്ചിട്ടാണല്ലോ വന്നത്. സ്വത്രം നാളത്തെ കാര്യം ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നാളെ കഴിഞ്ഞത്തെ കുറിച്ച് മാത്രമേ നമുക്ക് പാടുള്ളൂ. പ്രൈസറോ. അപ്പൊ പൊതുവെറുപ്പും നമ്മുടെ അകത്ത് കയറി വേണ്ടാത്തതെല്ലാം ദൈവരാജ്യത്തെ വെളിയിലാക്കിയിട്ടുണ്ട്. അതിനാദ്യം കർത്താവിനോട് സോറി പറയണം. നല്ല നന്ദി പറയണം, നല്ലൊരു സോറി പറയണം. കർത്താവെ നടത്തിയതിന് നന്ദി. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് എല്ലാവരും നന്ദി പറഞ്ഞു. അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞു. ഇനിയും കർത്താവ് നടത്തും. ഇവിടെ വരെ നടത്തിയ കർത്താവ് നടത്തും. യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കാം. ഇപ്പോൾ തന്നെ വിടുതലിനായി പ്രാർത്ഥിക്കേണ്ടവരെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ അല്പം മരണ ശുശ്രൂഷയിലേക്ക് വീണ്ടും കടക്കാൻ പോകുന്നത്. സന്തോഷിക്കാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് ആരാധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ മുമ്പോട്ട് വന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവരുടെ ശാരീരികമായ ഒരു വിടുതൽ നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ളവർ മുമ്പിൽ വന്നാണ്. ആരോ വളരെ പ്രയാസപ്പെട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവിനെ വിടുവിക്കാൻ പോവാ. ഇവിടെ വെച്ച് വിടുവിക്കാൻ എല്ലാവരും കർത്താവിനെ സ്തുതിക്കുമോ? എല്ലാവരും കർത്താവിനെ സ്തുതിക്കുമോ? സൗര്യസ്വരങ്ങളുടെ ചേർന്ന് വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അവിടെ വലിയ വിടുതലുകൾ നടക്കാൻ പോവാം. താങ്ക് യു ജീസസ്. വയറ്റിലെ ഒരു അസ്വസ്ഥത ആരെയും വിടുവിക്കുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ സോമൻ എന്നൊരു പേര് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി. നിങ്ങളുടെ കാര്യമാണോ എനിക്കറിയില്ല, ദൈവത്തിന്റെ കരം ആ വ്യക്തിയെ തൊടുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നന്ദി നന്ദി. ഒരു കൊച്ചു മോളെ കർത്താവ് രാവിലെ എന്നെ കാണിച്ചു. സ്വത്രം രാവിലെ വരുന്നെന്ന് പറഞ്ഞു, വന്നിട്ടില്ല. വന്നോ സിസ്റ്റർ വന്നില്ല, മോളെ കൊണ്ട് വരുന്നതാണെന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. രാവിലെ കർത്താവ് എന്നെ കാണിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. രോഗബന്ധനങ്ങൾ കർത്താവ് അഴിച്ചു മാറ്റി. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നെഞ്ചിന്റെ പ്രയാസങ്ങൾ കർത്താവ് എടുത്തു മാറ്റി. ശാരീരിക രോഗസൗഖ്യങ്ങൾ വേണ്ടി വരുന്ന കരവിലേക്ക് പിടിക്കുക. നിങ്ങളൊന്ന് മുമ്പിൽ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഉറക്കത്തിന്റെ പ്രശ്നം ഒന്ന് കൈവീശി കാണിക്കണം. ഉറക്ക പ്രശ്നമാണ്, ഉറക്ക പ്രശ്നമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടവരെ മുമ്പിൽ വന്നിട്ട് ആ സമയത്ത് ബാക്കി എല്ലാവരും സ്തുതിച്ചോടുന്നത്, എല്ലാവരും സ്തുതിച്ചോടുന്നത് ഒന്നിച്ച് സൂക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളൊരു ഫാമിലി അവിടെ വന്നിരിക്കും. കുറച്ചു പേര് ബാക്കിയുള്ള എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവിന് ഒരാളുടെ വേദന വലിയ വേദന, ഒരാളുടെ കണ്ണുനീര് കർത്താവിന്റെ വേദനയാണ്. കണ്ണുനീർ തൂവുമ്പോൾ മനസ്സറിയുന്ന നല്ല കർത്താവിനെ എല്ലാവരും സ്വന്തം ചെയ്താൽ ചക്ക പൊട്ടുന്നതുപോലെ മനപ്രയാസം ഇന്ന് പകൽ കർത്താവ് വിടുവിക്കുക.
വളരെ ചങ്കുപൊട്ടുന്ന വേദനയോടെ നിങ്ങൾ കൈവക്കാൻ ഞാൻ പറയുന്നില്ല. അതുപോലെ വേദന ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുക. കർത്താവ് പറയുന്ന നാം അക്കരയ്ക്ക് പോകാത്ത നീ തന്നെ അല്ല പോകുന്നത്, നീ തന്നെ അല്ല പോകുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ നീ കൽപ്പിക്കുക, ഫ്രീ ആകട്ടെ നീ കൽപ്പിക്കുക, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. Take your freedom. Take your freedom in Jesus' name. 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 എല്ലാവരും കർത്താവിനെ കാലമടിച്ച് ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ freedom കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ freedom കൽപ്പിക്കുക. Receive, receive, receive in Jesus' name. എല്ലാവരും കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ അത്ഭുതം, നിന്റെ വിടുതൽ, നിന്റെ അനുഗ്രഹം
നീ ഫ്രീ ആണ്. When you free, your circumstances will be free. എന്റെ സാഹചര്യം എന്നിൽ കയറരുത്, ഞാൻ സാഹചര്യങ്ങളിലേക്ക് ചെല്ലണം എന്തെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റും തിരമാല എന്റെ അകത്ത് കയറരുത്, എന്റെ അകത്തുള്ള ദൈവരാജ്യം അതിനെ അടുക്കണം. ഒത്തിരി പേരോട് ഇങ്ങനെ ഭാരത്തിന്റെ ആത്മാവിരിക്കുക, ഇന്ന് പകൽ ചങ്ങല പൊട്ടിയുള്ളത് ബാക്കി വിശ്വസിച്ചെടുത്തോളം മേലത് വരുത്തും. ശ്വാസകോശത്തെ കർത്താവ് തൊടുന്ന കൈ ഉയർത്തി പിടിച്ച് രണ്ട് കൈ ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആണ്. ഈ മകളെ ഞങ്ങൾ ചേർന്ന് പൂർണ്ണ സൗഖ്യമാണ്. ഒരു ബുദ്ധിമുട്ട് പോലെ ശബ്ദം പോലെ ക്ഷമിക്കാത്ത പ്രശ്നങ്ങളാണ്. പ്രാർത്ഥിക്കാതെ രണ്ട് കൈ ഉയർത്തി പിടിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ receive your healing right now. Yes. Freedom. Jesus. Jesus. മുടി അതിനെ കുറിച്ച് പ്രയാസപ്പെടുന്നു. അങ്ങനെ ഒരു കാര്യം പാടിക്കുന്നു. ചെവിക്കുന്നു മുടി സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Hallelujah.
ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യപാലനും വീരനാം ദൈവം, ജനദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ശ്രദ്ധിച്ചു കേട്ടു. എന്തോ പറഞ്ഞേ? നാം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇത് ചെയ്യുന്ന ആരാ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ആ തപ്പിപ്പിടിച്ച് ബാലകന്റെ കയ്യിൽ അഞ്ചപ്പോട്ട് എവിടെ കൊണ്ടുപോകും? മറ്റേ 200 വെള്ളിക്കാശ് യേശുവിനെ കൊണ്ടുവന്നാലും മതിയായിരുന്നു. അവര് വെച്ച എണ്ണി കറുത്ത് പറ, നിങ്ങൾ വെച്ച എണ്ണിയാൽ വേണ്ടി നടക്കുന്നത് എവിടെ കൊണ്ടുവരണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ നമ്മുടെ പ്രവൃത്തിയല്ല. കുഞ്ഞിനെ തന്നത് കർത്താവാ, മോനെ തന്നത് കർത്താവാ, മോളെ തന്നത് കർത്താവാ, ജോലി തന്നത് കർത്താവാ, അമേരിക്കയിൽ അയച്ചത് കർത്താവാ, ഇനി നടത്താൻ പോകുന്ന കർത്താവാ, കർത്താവ് അയച്ചതിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ചേർന്നൊരു കർത്താവ് ഈ മകൾ നീ അവർക്ക് കൊടുത്ത അത്ഭുത പൊസിഷൻ നിന്റെ കൂടെ ചേർന്ന് അവളോട് ചെല്ലാൻ പോവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ രാവിലെ പ്രാർത്ഥിക്കുന്നു. So many sisters നല്ലൊരു അനുഗ്രഹിക്കുന്ന ദൈവദാസനാണ്. ശരീരത്തെക്കുറിച്ച് കർത്താവിന്റെ പദ്ധതി എല്ലാ കരങ്ങളും കർത്താവിന്റെ യേശുവേ. Jesus, oh Jesus, and Jesus, oh Jesus. കർത്താവേ, സൗമ്യതയോടെ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ അത്ഭുത പദ്ധതികൾ അവന്റെ വെളിപ്പെട്ടിട്ട് അടിയുന്നത് ഈ മകളുടെ വരുന്ന കറിയുമായി അത്ഭുതപ്പെടുക. സിസ്റ്റർ, കർത്താവിന്റെ വചനം ചോദിച്ചത് നനച്ചത് അത്യന്തം ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ നനച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മാസങ്ങൾക്കകം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രവചനത്തെടുത്താണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ ഇത് പൂർണ്ണമായ നീ അറിയുന്നു. ഇത് ചെയ്തതിനായി in Jesus name, in Jesus name, in Jesus name.
സ്തോത്രം. എല്ലാ കരങ്ങളൊക്കെ നന്ദി പറയുന്നു. ജീസസ് നെയിം. കർത്താവ് പറഞ്ഞു, നാം അക്കരയ്ക്ക് നടക്കിയ നമുക്ക് വലിയ തുപ്പനും വിഷയമില്ല. കർത്താവ് പറഞ്ഞിട്ടാണ് യാത്ര ചെയ്തത്. പക്ഷെ പകുതി വഴി വന്നപ്പോഴെന്തുണ്ടായി? കാറ്റും. കർത്താവ് പറഞ്ഞിട്ടില്ലേ പോയെ, പക്ഷെ എന്നിട്ടും എന്തുണ്ടായി? കാറ്റും കോളും. അപ്പൊ കർത്താവ് ആ പടകിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പത്രോസ് കർത്താവിനെ ഉണർത്തിയിട്ട് പറയാം, നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. എന്താ പറഞ്ഞ? നമ്മുടെയൊക്കെ പ്രാർത്ഥന പലപ്പോഴും ഇങ്ങനെ, ഞങ്ങൾ നീയമായി. നമ്മൾ കൈകൊടുത്തി വെച്ച് എന്നായി ഞങ്ങൾ നീയമായി. ഇവിടാണ് നമ്മുടെ പ്രോബ്ലം. മേലാതെ രണ്ട് സിസ്റ്റർ ജോലിക്കാരും സിസ്റ്ററിന്റെ ആവശ്യമല്ല. ഇവിടെ PG പ്രസംഗം പറയും, അതെ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തന്നെ കമ്പനിക്ക് പോയത്, എന്നെ അയച്ച കമ്പനിക്ക് അതിന്റെ പ്രശ്നം. എന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യം മാത്രമല്ല, ആരുടെ കൂടെ ആവശ്യം. ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞു, നീ മിനിസ്ട്രിയെ കുറിച്ചും നീ അത് പറയണം. ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കൾ ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാന്ന് പറയരുത്. എന്താ പറയുന്നത്? അത് എന്റെ കൂടെ വേല. ഞാൻ കർത്താവിന്റെ മക്കളെ വളർത്താമെന്ന് സ്ത്രീ പറയുന്നത്. കർത്താവിനോട് സ്നേഹമുള്ളതുകൊണ്ട് ഈ സഭയൊക്കെ നോക്കുന്നതേ ഉള്ളൂ. നിന്റെ ഹൃദയവും കൂടെ ആയിരിക്കണം. ക്രൈസ്തവോ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒടുവിൽ ഈ ശിഷ്യന്മാരായിരിക്കും യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാഥ, നിനക്ക് പെസഹ കഴിക്കാൻ ഞങ്ങൾ അവിടെ വെക്കണം. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന ആ ഭാഗം എടുത്തിട്ട് നമുക്ക് ഇന്ന് പെട്ടെന്ന് വൈകിട്ടത്തെ മീറ്റിംഗിന് കൂടുതൽ ടീച്ചിങ്ങിലേക്ക് പോകാം. മർക്കോസ് 14-ലാണ്. മർക്കോസ് 14-16 അതിനെല്ലാവരും എടുക്കുന്നതായിട്ട് ഏറ്റെടുക്കുക. മർക്കോസ് 14 ഭാഗങ്ങൾ. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. എന്തോ ചോദിച്ചു? നീ പെസഹ കഴിക്കാൻ അങ്ങനെ പറയുന്നു. ഞങ്ങളുടെ കാര്യം നീ എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു. കർത്താവിന് നിന്റെ കാര്യം ഞങ്ങൾ ചെയ്തോളാം പറയുന്നു. നീ അങ്ങനെ പരിപാടിയില്ല, നമ്മുടെ കാര്യം കൊണ്ടു. ഇതാണ് ആ മണർകാട് ഹോളെല്ലാം നഷ്ടപ്പെട്ട് ഞാനും വളരെ കാര്യത്തിൽ ആ വിശ്വാസയുടെ ഹോളെ കുറച്ചു ചുടക്കുറച്ചാണ് നല്ലൊരു ചെറിയ സമയം. ഞാനും ഭാരതത്തിൽ ആ വിശ്വാസമുള്ളൊരു ഭാരതത്തിൽ അടുത്ത ആഴ്ച ആരാധിക്കുന്ന അറിയത്തില്ല. കോട്ടയത്ത് ഒരു സ്ഥലം അവരുടെ തോടി നടത്തുക. ഈ വചന കർത്താവിന് വെളിപ്പെടുത്തുന്നത്. നിനക്ക് പെസഹ കഴിപ്പാൻ ഞങ്ങളവിടെ നിന്റെ സഭ നടത്താൻ പണ്ട് മോശ ദൈവത്തോട് ചോദിച്ചു, ഈ ജനത്തെ ഞാൻ പ്രസവിച്ചാണോ? നിങ്ങളെല്ലാം കൂടെയാണ് എന്നോട് ഗൃഹത്തുന്നു. അതുപോലെ ഒരു ഘട്ടം നമ്മളെ ദൈവമക്കളെ നടത്തുമ്പോൾ ഇതുപോലെയാണ്. ഇതുങ്ങളെല്ലാം ഞങ്ങളെ രക്ഷിച്ചതാണ്. പങ്കുകൊള്ളുന്ന മോശം ചെയ്തു. അവരെല്ലാം നമ്മളോട് ചോദിക്കുന്ന വളരെ അടുത്ത ആഴ്ച ഇവിടെ നമുക്കറിയോ? നമുക്കറിയാവുന്ന നേരത്തെ പറയില്ലേ? ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായിട്ട് ഒത്തിരി പേര് നമ്മളാണെങ്കിൽ കർത്താവെ നിനക്ക് സഹായത്തിന്റെ പരിപാടി
അതിന് കർത്താവ് പറഞ്ഞ മറുപടി വായിച്ചാൽ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുകയും അവിടെ ഒന്നാമത് പോകാൻ അടുത്തിരിക്കുന്ന ആളുകൾ പോയത് ആരോഗ്യം ഒത്തിരി ആയല്ലോ. സ്വന്തം നീ ഒന്ന് സ്റ്റെപ്പ് എടുത്തൊന്ന് വെച്ച് നീ അങ്ങോട്ട് ചെന്നൈ എല്ലാവരും ഓർത്തോളം ദൈവമക്കളുടെ കാലിന്റെ അടിയിലാണ് ഡോറുകളുടെ സ്വിച്ച് ഇരിക്കുന്നത്. ആമേൻ. ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഡോർ തുറക്കത്തില്ല. അതുകൊണ്ടാണ് കിടന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പത്രോസിനെ ദൂതൻ വന്ന് തട്ടി എഴുന്നേറ്റ് പറഞ്ഞു, നീ എഴുന്നേറ്റിങ്ങോട്ട് വരാത്തോ. ദൂതൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഡോർ തുറന്നോ? ഇല്ല. നീ പോയാലേ തുറക്കുള്ളൂ. ചില ഡോർ നീ ചെന്നാലേ തുറക്കത്തുള്ളൂ. അത് എത്ര വലിയ ദേവദാസനെ മുമ്പിൽ പോയത് പ്രവചിച്ചാലും തുറക്കത്തില്ല. ചിലടത്ത് നീ തന്നെ ചെല്ലണം. ആമേൻ. ആ യോർദാനിൽ പെട്ടെന്ന് വെക്കുന്ന പുരോഹിതന്മാരുടെ കാല് തന്നെയാണ്. അന്നേരെ യോർദാൻ രണ്ടാകത്തുള്ളൂ. സ്വന്തം മോശം നെടുവിൽപ്പെട്ട് അവിടെ ചെങ്കടലിൽ അവിടെ നിൽക്കുമ്പോൾ ജനത്തോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കുക. നീ എന്തിനാ നെടുവിൽപ്പെടുന്നത്? നീ എന്ത് കൽപ്പിക്കണം? മുമ്പോട്ട് കൽപ്പിക്ക്. കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ആരും എനിക്ക് കൊള്ളാവുന്നവനല്ല. ആരുടെയെങ്കിലും ഹൃദയത്തിൽ മടുപ്പോ നിരാശയോ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അത് സാധാരണ പദ്ധതിയാണ്. ഇനി എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഇനി എന്തിനാ മുമ്പോട്ട് എന്ന് പിശാചി ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ളത്, നീ നടന്നാലേ നിന്റെ കാലിനടിയിൽ ഒരു സ്വിച്ചിരിപ്പുണ്ട്. നിന്റെ മുമ്പിലെ വാതിലുകൾ ഓരോന്നായി നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന കാഴ്ച നീ കാണാൻ പോവുകയാണ്. മുൻപോട്ട് തന്നെ പോകണം. അടുത്ത വാക്യം. നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ. ഹലോ, ഈ പുള്ളി ആരും സാറിന് മൈൻഡ് ചെയ്യത്തില്ലാത്ത, അടുത്തിരിക്കുന്നവർ ആരും മൈൻഡ് ചെയ്യത്തില്ലാത്തവരെ നീ മൈൻഡ് ചെയ്യും. കാരണം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട അവരൊരു അടിമയാണ്. സ്ത്രീകളാണ് സാധാരണ കുടത്തിൽ വെള്ളവുമായിട്ട് പോകുന്നത്. എന്നോട് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്, ഈ വേദഭാഗത്തിന്റെ അർത്ഥം പണ്ടത്തെ കാലത്ത് യഹൂദന്മാരുടെ ആ നാട്ടിൽ ഒരു കുടത്തിൽ വെള്ളം ചുമന്ന ഒരു പുരുഷൻ പോകുന്നത് അവൻ ആരാണ്? അവൻ അടിമയാണ്. അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാറില്ല. ദൈവമക്കളൊക്കെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് താന്നിരിക്കുന്ന ചിലരെ മൈൻഡ് ചെയ്യാതെ പോകരുത്. അടുത്തിരിക്കുന്നവർ പറഞ്ഞ് എന്നെയൊക്കെ മൈൻഡ് ചെയ്യണം, നാളെ ഉയരുന്ന ഒന്ന് പറഞ്ഞാട്ടെ, എന്നെയൊക്കെ മൈൻഡ് ചെയ്തോണം. സ്വന്തക്കാരൻ ഞാൻ യേശുവിനെ ചുമന്നുകൊണ്ടാ പോകുന്നത്. നാളെ ഞാൻ ആരായിരിക്കും നിനക്കറിയാൻ ഒക്കത്തില്ല. കാരണം ഞാനൊരു നാമം വിളിച്ച പാർട്ടിയാണ്. ഞാനൊരു നാമം വിളിച്ചു പോയി. ഉയർച്ച തന്നെ പ്രാപിക്കുന്ന ഒരു നാമം. ഹൈഡ്രജൻ നിറച്ച ബലൂണിന് എന്ത് ചെയ്യാനേ ഒക്കത്തുള്ളൂ? പറഞ്ഞാട്ടെ, ഒക്കത്തുള്ളൂ. ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു പോയോ അതിന്റെ സ്വഭാവമാണ് ഉയർച്ച. കാരണം അവനെ വ്യാപരിച്ച പുനരുദ്ധാന ശക്തി നിങ്ങളെ ഉയർപ്പിക്കും. അതുവഴി നിങ്ങളെയും വർക്കപ്പെടാം. താപ്പിക്കുമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലെന്നെ ഉയർപ്പിക്കും. അത് എല്ലാ നിലയിലും ഉയർപ്പിക്കും. കർത്താവിന്റെ വരവിൽ ശരീരം ഉയർത്തുന്ന മാത്രമല്ല, എവിടൊക്കെ നിന്നെ താത്തു വെച്ചാൽ നീ ഉയർന്നു വരും. ദൈവമക്കളെ താത്തു വെക്കുന്നവർ ഒത്തിരി പ്രശ്നം ചെലുത്തേണ്ടി വരും. ഒരു കാറ്റ് നിറച്ച റബ്ബർപന്ത് വെള്ളത്തിൽ താഴ്ത്തി വെക്കുന്ന പോലെ മാത്രമേ നിന്നെ താഴ്ത്തി വെക്കാൻ ഒക്കത്തുള്ളൂ. നിന്റെ സ്വഭാവം തന്നെ ഉയർന്നു വരുന്ന സ്വഭാവം. നിന്റെ തിരിക്കുന്നവൻ തന്നെ ഉയർന്നവന്. നിന്റെ തിരിക്കുന്നവൻ മരണത്തെ പൊട്ടിച്ചവൻ. നിന്റെ തിരിക്കുന്നവൻ പാതാളത്തിന്റെ അടിവേരുകളെ തകർത്തവന്. നിന്റെ തിരിക്കുന്നവൻ ജയാളിയാണ്. അതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. വിളിച്ചു പറഞ്ഞല്ല ഞാൻ. കാരണം എന്റെ അകത്ത് വന്നവനെന്തുള്ളത് എന്ത് ചെയ്യുന്നവന്? അവൻ ഉയരുന്നവന് അവൻ ഉയരാനേ ഒക്കത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നന്ദിയോട് സ്വപ്നം ചെയ്താട്ടെ. അടുത്ത വാക്യം വായിച്ചോട്ടെ. അടുത്ത വാക്യം. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുകാരോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ ഗുരു ചോദിക്കും. അപ്പോൾ ഈ യജമാനന്റെ ഒരു അടിമയെ നിങ്ങൾ കാണും. ആരെ കാണും? നമ്മളൊക്കെ നമ്മുടെ കണ്ണെല്ലാം
ഇനി അച്ചായൻ എനിക്ക് വേണ്ടി വഴി ഒരുക്കുന്നതായിരിക്കും. അച്ചായനല്ല വഴി ഒരുക്കിയത്. ഇവിടെ ആരെയും നിങ്ങൾ കാണാൻ പോകുന്നത്? നിങ്ങൾ ആരെ കാണും? ഒരടിമ കുടത്തിൽ വെള്ളവുമായി വരുന്നത് നിങ്ങൾ കാണും. പ്രൈസോ, നിങ്ങൾ അവന്റെ പിന്നാലെ ചെന്നിട്ട് വായിച്ചാട്ടെ. അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടിനോട് അവൻ ചെല്ലുന്ന വീട്ടിൽ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാഖ ഇവിടെ ഗുരു ചോദിക്കരുതെന്ന് പറയുകയും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഈ അടിമ പോകുന്ന വീട്ടിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവന്റെ പുറകെ നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കണം, എന്താണ്? ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാറുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. അന്ന് ഈ സ്ഥലമെല്ലാം നഷ്ടപ്പെട്ട് അന്ന് ആദ്യത്തെ കോട്ടയത്തെ പ്രശ്നമുണ്ടായ ഒരു ഭയങ്കര അറ്റാക്ക് നടക്കുന്ന അന്ന് ഈ പാസ്റ്റോടെ അന്ന് ആ ഗ്രൗണ്ടിലുണ്ട്. രണ്ടാമത് വീണ്ടും ഓടുന്ന ഇറങ്ങി. അവിടെ അടുത്ത ആഴ്ച എവിടെയാണെന്ന് അറിയത്തില്ല. ജനങ്ങൾ നമ്മളോട് ചോദിക്കും, എവിടെ ആരാധിക്കാൻ പോകും? വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് പറഞ്ഞ നാം അക്കരയ്ക്ക് പോകാം. ഇന്നത്തെ സന്ദേശം മാത്രമുള്ളൂ. നാം ഇവിടെ ഈ ന്യൂയോർക്കിൽ നീ അല്ല വന്നത്, നാം ആണ്. അറിയണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സന്ദേശത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എന്റെ വിഷയം നീ വിവരിക്കണേ എന്ന് ഇനി നമ്മൾ പ്രാർത്ഥിക്കും. എന്തുവാ നമ്മൾ പ്രാർത്ഥിക്കും? നമ്മുടെ വിഷയം എല്ലാവരും പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. എന്റെ വിഷയം ആരുടെ വിഷയമാണ്? മറക്കരുത്. ഫേസ് 5 പറയുന്നു, മേലാലവർ 2 അല്ല. ഇത് ഞാൻ ക്രിസ്തുവിനെ. അങ്ങനെയാണെങ്കിൽ എന്റെ വിഷയമാണോ? അല്ല. സ്തോത്ര. കർത്താവിന് ഏറ്റവും വലിയ സങ്കടം, ഞാൻ പറഞ്ഞ കാര്യം പാസ്റ്ററോട് ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടി പറയാണ്. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ള നാം അക്കരയ്ക്ക് പോകാം. തീരുമാനം വന്നപ്പോൾ ഒരു ശിഷ്യൻ കർത്താവിനോട് പത്രോസ് ചോദിക്കാം, കർത്താവെ ഞങ്ങൾ നശിക്കുന്നതിൽ ഞങ്ങൾ നീയുമായി. അപ്പം കൊടുക്കുന്നത് വന്നപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, നാം ഈ ജനത്തിന് കൊടുക്കുക. അവർക്ക് പറഞ്ഞു നാം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കേ, ആ ജോലി, ആ വീട്ടിലെ കാര്യം, ആ മിനിസ്ട്രി, ഇതൊന്നും നിന്റെ പ്രവൃത്തിയല്ല, അവന്റെ പ്രവൃത്തിയാണ്. ഇവിടെ കൊണ്ടുവന്നത് കർത്താവ, നിർത്തിയത് കർത്താവ, നിർത്താൻ പോകുന്നത് കർത്താവ. കർത്താവിന്റെ കാര്യമാണ്. അവർക്ക് പറഞ്ഞു എന്റെ കാര്യമെല്ലാം കർത്താവിന്റെ കാര്യം. ഒന്നുകൂടെ നോക്കുന്ന പാടാം. നിങ്ങളല്ല ഞാൻ എന്നെ നേടിയതല്ല ഒരു വ്യക്തിക്ക് വേണ്ടി കേടുന്ന ഹൃദയം. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് നമ്മളല്ല പ്രാർത്ഥിച്ചത്. ആ വിഷയമുള്ളവർക്ക് വേണ്ടി നമ്മൾ വിളിച്ചു, പേരുകൾ കർത്താവ് വെളിപ്പെടുത്തി, നമ്മളോടനെ നടന്ന ബ്രദർമാരെ പ്രാർത്ഥിച്ചു. അതാണ് നിലയിൽ പോകുന്നത്. അതല്ല, ഇത് വേറൊരാളാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഭാരമുള്ള കാര്യത്തെ കുറിച്ച് നമ്മളെക്കാൾ കർത്താവിന് പറയാം. ചേർന്ന് കർത്താവിന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ആ പേര് ഞാൻ കേൾക്കാം.
സിസ്റ്ററെ ഞാൻ കഴിഞ്ഞ പറയാൻ പരിചയപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് അന്ന് ഫോണിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ കർത്താവ് നമ്മളെല്ലാം പേർ ചൊല്ലി വിളിച്ചു. നമ്മൾ അറിയണം, നമ്മുടെ വേദന കർത്താവ് അറിയാം. നമ്മുടെ കാര്യങ്ങൾ നമുക്കുള്ളതിനേക്കാൾ ഇൻട്രസ്റ്റ് യേശുവിനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ചെറുത് താഴെ വീഴുന്ന കണ്ടു. താഴെ വീണാലും വീണില്ലേലും കാര്യം കൂടുതലായിട്ടുണ്ട്. കർത്താവ് ആദ്യം ആഗ്രഹിക്കുന്ന നമ്മുടെ കടം മാറുന്നതിന് മുമ്പേ ഭാരം മാറും, രോഗം മാറുന്നതിന് മുമ്പേ രോഗിയാണെന്നൊരു കോൺഷ്യസ് നമ്മളിങ്ങനെ വായിക്കുന്ന എല്ലാത്തിനും ഒരു ആത്മാവാണ്. വീരത്വത്തിന്റെ അതുപോലെ തന്നെ രോഗത്തിന് എന്തുണ്ട്? ഒരു പിശാചൻ പോകുന്നതിനേക്കാൾ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് പറയത്തില്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. പലരുടെയും ഉള്ളിൽ രോഗമാണ് എന്നുണ്ട്. രോഗിയാണെന്ന് ചിന്തിക്കുന്ന സ്പിരിറ്റ് ഒക്കെ പറഞ്ഞു. ഇന്ന് പകൽ അതിന്മേൽ ജയമെടുത്തു. ചില രോഗികൾക്ക് എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ മനസ്സിന്റെ അച്ഛനോട് എനിക്ക് പ്രായം ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിനെ എടുക്കരുത്, കുടഞ്ഞു കളഞ്ഞാൽ മതി. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ചില അത്ഭുത സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രായമാകുമ്പോൾ ഇതിനി എന്റെ കൂടെ കാണത്തില്ല. സ്പിരിറ്റിനെ ചെയ്യിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും സ്പിരിറ്റ് ഉണ്ട്, ഒരു കോൺഷ്യസ് വന്നിരിക്കും. ചിലരുടെ അകത്ത് ഒരു ഫെയിലിയർ കോൺഷ്യസ് ആണ്. ഞാനൊരു പരാജയനാണ്. മലയാളം പറയുന്നത് പരാജയ ബോധം എന്താണ്? അവരുടെ അകത്ത് എപ്പോഴും നിൽക്കുകയാണ്, ഞാനൊരു പരാജിതനാണ്. ഞാൻ എന്തേ ചെന്ന് തൊട്ടാലും അത് കുഴപ്പമാണ്. അകത്തൊരു ഖസാനം നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അത് മാറി നമുക്ക് വേറൊരു സ്പിരിറ്റ് തന്നു. അതാണ് സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവർക്ക് പറഞ്ഞേ, ഐ ഹാവ് the spirit of Christ. വിളിച്ചു പറഞ്ഞാൽ ആ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് വീരത്വത്തിന്റെ ആത്മാവാണോ? അല്ല. പറഞ്ഞ എന്നിലുള്ള ആത്മാവ് വീരത്വത്തിന്റെ ആത്മാവല്ല, സുബോധത്തിന്റെ ആത്മാവാണ്, ജയത്തിന്റെ ആത്മാവാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ ഒരു ദിവസം ശുശ്രൂഷിക്കുമ്പോൾ വേറെ സ്പിരിറ്റിനെ കർത്താവിലേക്ക് വെളിപ്പെടുത്തി. യാചകാത്മാവ് പറഞ്ഞു നമ്മളിൽ ഉണ്ടാകുന്ന ദണ്ഡക്കാരന്റെ ദണ്ഡക്കാരൻ എപ്പോഴും എനിക്കുണ്ടോ? ശുശ്രൂഷകരിൽ ഏറ്റവും അധികം വ്യാപരിക്കാവുന്ന ഒരു സ്പിരിറ്റാണ്. We are givers. നിങ്ങൾക്ക് അങ്ങനെ ബൈബിളിൽ ഒന്നറിയോ? ഗലാത്യലേഖനത്തിലുണ്ട്. ദരിദ്രവും ബലഹീനവുമായ ആദി പാഠങ്ങളിൽ നിന്ന് വിടുതലാകുന്ന ഇംഗ്ലീഷ് ബഗർലി എലമെന്റ്സ്. അടുത്തിരിക്കുന്നവർ അകത്തിരിക്കുന്ന പിച്ചക്കാരനെ വിളിക്കുന്നത്. പിച്ചക്കാരൻ എപ്പോഴും ചോദിക്കട്ടെ, അപ്പോസ്തല പ്രവൃത്തി 3 ഒരു സ്പിരിറ്റ് ഉണ്ട്. എല്ലാത്തിന്റെ മുറിയിൽ എന്തുണ്ട്? ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കാരും തരും. ആര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും? ഒരു സ്പിരിറ്റാണ് ശാസിച്ചത്. അതുകൊണ്ട് നിന്റെ അകത്തിരിക്കുന്ന ഒരു രാജയോഗമാണ്. ആണോ അല്ലയോ? ഞാൻ കഴിഞ്ഞ മുമ്പത്തെ പട്ടത്ത് പ്രസംഗിക്കാൻ പറഞ്ഞത്, നിങ്ങളെ ഇതുവരെ പാഷമാരെല്ലാം പറഞ്ഞ ജാതകം നോക്കരുത്, നക്ഷത്രഫലം എഴുതിയതെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് നക്ഷത്രഫലം നോക്കണം. മൂലോ പൂരാടോ അത്രവുമല്ല, വേറൊരു നക്ഷത്രം ഉദിച്ചോ. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചതായിരിക്കും. അത് ആ കാര്യം ദേവദാസ് എഴുതിയിരിക്കുക. എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു പേരുള്ളറിയാവോ? ശാസ്ത്രങ്ങൾ ഇത് കോമന്റാണ് പറയുന്നത്. ഈ യേശുവിന്റെ ജനനത്തിൽ ഉദിച്ച നക്ഷത്രം വാൽ നക്ഷത്രമായിരിക്കും. ശാസ്ത്രത്തിൽ വാൽ നക്ഷത്രം കണ്ടോണ്ടേ അതിനെന്ത് ചെയ്യും? ഈ നക്ഷത്രത്തിന് വിദ്വാമായ പേര്. എനിക്ക് ഒരു സന്തോഷമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ദരിദ്രനായിട്ടല്ലേ പറഞ്ഞത്? അല്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് യേശു ദരിദ്രനായിട്ട് അല്ലെന്ന് പറഞ്ഞു.
സ്വീകരിച്ചത് ദരിദ്രനാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരന്മാർക്ക് വിവരമുണ്ടായിരുന്നു അവർ രാജാവായിട്ട്. യേശു ദരിദ്രനായോ? ആയി. അതിന് വാക്യമുണ്ടോ? ഉണ്ട്. എവിടെയുള്ളത്? ക്രൂശിലാണ്. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. കർത്താവ് ദരിദ്രനായപ്പോൾ അല്ല സഹോദര, കർത്താവിനെ സ്വീകരിച്ചവർക്ക് ദാരിദ്ര്യം എന്താകട്ടെ അവനെ കൊണ്ട് കീശിലെ കിടത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, കിഴക്കുന്ന നാട്ടിൽ നിന്നുള്ള വിദ്വാൻമാർ ഇന്ത്യക്കാരാണ്. അവർ വന്നിട്ട് എന്താ ചോദിച്ചത്? അവൻ എങ്ങനെയാ പറഞ്ഞ? ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ് ദരിദ്രനായിട്ടല്ല ജനിച്ച്, അവൻ രാജാവായിട്ടാ ജനിച്ച്. അവരെന്തോ സമ്മാനം കൊണ്ടുവന്ന് അതുകൊണ്ട് അവർ നേരെ കൊട്ടാരം അന്വേഷിച്ച്. അവർക്കറിയാൻ ഇവിടുത്തെ ദരിദ്രവാസികൾക്ക് ഇത്രയും മെന്റാലിറ്റി ഉണ്ടോ? അവരോട് എവിടെ നടത്തിയ പറഞ്ഞേ? എവിടെയാ അന്വേഷിച്ചേ? എന്നിട്ട് ഇവര് മാഗീസ്, ഇവര് ശാസ്ത്രജ്ഞന്മാരാ. അവരാ നക്ഷത്രത്തിനൊരു പേര് കൊടുത്തന്നെ. ഹെരോദാവിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അവന്റെ നക്ഷത്രം, അവന്റെ നക്ഷത്രം. നിങ്ങൾക്ക് എന്റെ നാള് കേൾക്കണം, എനിക്കെന്തെങ്കിലും ഇഷ്ടം പറയത്തില്ല. ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ആ നക്ഷത്രത്തിന്റെ ജാതക വിധി നിങ്ങൾക്ക് രാജയോഗം. ആ നക്ഷത്രത്തിൽ പറഞ്ഞവരെല്ലാം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ നക്ഷത്രത്തിൽ പറഞ്ഞവര്? ഉണ്ടെങ്കിൽ കാര്യം അടിച്ച്. പക്ഷേ കർത്താവ് ദരിദ്രനായി എന്ന് വചനം പറയുന്നു. എവിടെ? ക്രൂശിലാണ് പ്രിയപ്പെട്ടത്. ക്രൂശിൽ അവൻ പാപമായി. ക്രൂശിൽ ഒരു വലിയ എക്സ്ചേഞ്ച് നടന്നു. വായിക്കുന്നു, പാപം അറിയാത്തവനെ നാം നീതിയാകേണ്ടതിന് അവനെന്ത് ചെയ്തു? പാപം ആക്കി. ഓർക്കപ്പെട യേശു പാപമാക്കപ്പെട്ടോ? ആക്കപ്പെട്ടു. എവിടെ? ക്രൂശിൽ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് യേശുവിടെ രോഗം ശീലിച്ചോ? ശീലിച്ചു. എവിടെ? ക്രൂശിൽ. പ്രൈസ് ദി ലോർഡ്. യേശു ശാപമായോ? മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല, നാം അനുഗ്രഹിക്കപ്പെടുവാൻ അവനെന്തായി? അതെവിടെയായിരുന്നു? ക്രൂശിൽ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശു ദരിദ്രനായി. എവിടെ? ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ശാപമാണെന്നറിയാമോ? ന്യായപ്രമാണത്തിലെ ശാപങ്ങളിൽ ഒരു ശാപമാണത്. ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ അനുഗ്രഹമില്ല വരും. എവിടെ അതോടെ എഴുതിയിരിക്കുന്ന അറിയാം? ആവർത്തനം 28. എവിടാണ്? 15 വാക്യങ്ങൾ അനുഗ്രഹം പറഞ്ഞിട്ട് 50-ലധികം വാക്യങ്ങൾ ശാപം. അതിലൊരു ശാപമായ രോഗം, അതിലൊരു ശാപമായ ഭ്രാന്ത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് ദാരിദ്ര്യം. എന്താണ് ദാരിദ്ര്യത്തിന്റെ പൂർണ്ണത? പറയുന്നത് ദാഹം, വിശപ്പ്, നഗ്നത എന്നിവ കൊണ്ട് നീ സന്ദർശിക്കുന്നു. റോമാലേഖനം 8 പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ നീതി അവൻ നിവർത്തിക്കുവാൻ ന്യായപ്രമാണത്തിന്റെ ശാപം അവൻ ഏറ്റെടുത്തു. നമ്മുടെ ലംഘനങ്ങൾ കൊണ്ടുണ്ടായ ശാപം മുഴുവൻ ആരേറ്റെടുത്തു? കർത്താവിന്റെ നഗ്നത, വിശപ്പ്, ദാഹം, ഇത് മൂന്നുണ്ടായി. ദാരിദ്ര്യത്തിന്റെ ഫുൾ ഡെഫിനിഷൻ യേശു ഇവിടെ വെച്ച് അനുഭവിച്ചു. കർത്താവിന് എങ്ങനെ ദരിദ്രനാണ്? ഒരു ബോട്ടെ കയറിയാൽ ഗലീലയിലുള്ള ഈ മുഴുവൻ അതിനകത്ത് 5 അപ്പം കയ്യിലെടുത്താൽ ആ ആളുടെ സ്പിരിറ്റിനെ നമുക്ക്. പക്ഷെ ഈ ലോകത്തൊന്ന് നമ്മളൊരു രണ്ടക്കാരൻ്റെ ആത്മാവിനെ കയറ്റി വെച്ചിട്ടുണ്ട്. കയറത്തോ അതിനെ ശാസിക്കണം. ഇത് എന്നോട് കർത്താവ് ഇടപെട്ട കാര്യം.
എനിക്കെന്ത് കിട്ടും, നീ ഇങ്ങനെ കിട്ടുമോ എന്ന് നടക്കരുത്. നീ കൊടുക്കാനുള്ളവൻ, നിന്റെ അകത്തുള്ളത് ലോകത്ത് കൊടുക്കാനുള്ളത്, നീ ഒഴുകാനുള്ളവൻ. നീ പൈസയിലോട്ട് നോക്കണ്ട, നീ വേറൊന്നിലോട്ട് നോക്കണ്ട. കേൾക്കണം സ്വന്തം ഒരിടത്ത് ഒറ്റ മീറ്റിങ്ങിന് പോയത് എന്നെ ബിസിനസ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് ഒരു ചെറിയ ഒരു ഗെറ്റുഗതറിന് വേണ്ടി ഒരു ആന്റി എന്നെ ഇവിടെ കൊണ്ടുപോയി. നമ്മുടെ ബാബുച്ചാന്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ ആശുപത്രി കൊണ്ടുപോയത്. ഭാര്യ സൗഖ്യമാണ്, ഇവിടെ കൂടെ ഭാര്യ സൗഖ്യം. ഭാര്യ പിന്നീട് മരിച്ചുപോയി. ആ ബാബുച്ചാന്റെ ഭാര്യ ഇന്നും എനിക്കൊന്ന് ഡോക്ടർമാരുണ്ട്. ബാബുച്ചാൻ വീട്ടിൽ വന്നിട്ട് കഴിയില്ല, ആശുപത്രിക്ക് കഴിയില്ല. ആ പിള്ളേരെ ഇവരെ കർത്താവിലേക്ക് അഭിഷേകത്തിലേക്ക് നടത്തി കൊടുക്കുന്നു. അവർക്ക് സൗഖ്യം കർത്താവ് ആദ്യം ഈ പുഷ്പഗിരി ആശുപത്രിയിൽ ഇവരുടെ മോളെ കൂടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു മോളാണ്. ശരീരം മുഴുവൻ സോറിയാസിസ് വന്ന് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവളൊരു പുതപ്പിനകത്ത് പൊതിഞ്ഞു, വെളി കാണാൻ മേലാത്ത പോലെ ഒഴുകും. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ കുഞ്ഞിന് വലിയ ദുരിതമുണ്ടായി. അപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ആ സമയം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഒരു ബ്രദറുകാരൻ ഇവര് ദുബായിലെ ഒരു മീറ്റിംഗിനെ കുടുംബത്തെ കൊണ്ട് 4 രാത്രി പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തിൽ വിശ്വസിക്കാത്ത പിള്ളേരെ രണ്ടിനെ കർത്താവ് അഭിഷേകത്തിൽ അങ്ങനെ അവര് വന്നിരിക്കുന്നത്. ഈ സഹോദരി മരണാസന്നയായ കാരിത്താസ് ആശുപത്രി കടന്നു. ഇദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല. അപ്പൻ ബാബുച്ചാൻ വീട്ടിൽ ഇരുന്ന കാര്യം ഒന്ന് പറയാൻ പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ ഫാദറിനോട് ഇവിടെ കാരിത്താസിനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ കിടത്ത് കർത്താവിൻ്റെ മഹാകൃപയാണ്. അന്ന് വൈകിട്ടായപ്പോൾ ഈ സഹോദരി ഞങ്ങൾ പ്രാർത്ഥിച്ച ചുക്കും 1 മണിക്കൂർ സഹോദരി കട്ടിലേക്ക് എഴുന്നേറ്റ് കഞ്ഞി വേണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർക്ക് അത്ഭുതമായി. കഴിഞ്ഞ് 2.5 വർഷത്തോടെ ജീവിച്ചപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങളല്ല ഒരു കാര്യം. ഈ സൗഖ്യമായ ഉടനെ ഇദ്ദേഹത്തിന്റെ സ്പോൺസറുകൾ ഇപ്പോഴത്തെ ഷാർജയുടെ ഷെയ്ഖ് ആകേണ്ടിയിരുന്നയാളാണ്. അദ്ദേഹത്തിനെയാണ് നമ്പർ 1 കാർ, ഷാർജ നമ്പർ 1 കാർ. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അപ്പൻ ഷാർജ ഷെയ്ഖ് ആയിരുന്നു. ഷാർജ ഷെയ്ഖിന് മറ്റു കുടിക്കാൻ സാധനം അപ്പൊ ഇദ്ദേഹത്തെ വലിയ കാര്യം അദ്ദേഹത്തിന് ഈ വിടുതലായ അദ്ദേഹത്തിന് വലിയ സന്തോഷം. ഫോൺ ഈ മനുഷ്യൻ ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, മീറ്റിംഗ് പോലും പറയാതെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് വലിയ പ്രസിദ്ധി കൊടുക്കുന്നുണ്ട്. ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കുറെ വീടുകളിൽ ആ ദേവദാസം പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി ആ മനുഷ്യൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തയച്ചത്. ആ ഷെയ്ഖ് എന്നെ കൊണ്ട് പുള്ളിയുടെ പല വീടുകളും രോഗിയായിട്ട് കിടക്കുന്നത് തോന്നുന്ന പ്രാർത്ഥിച്ചു. രാജകീയ അഭിഷേകം അതുപോലെ കാണണം. അത് ഇന്ന് തോമസൂട്ടി പറഞ്ഞല്ല തരാൻ പോകും. ഓൾറെഡി അത് അടുത്തിരിക്കുന്ന രാജാവിന് വേണേ കള്ളക്കാരനെ പോലെ നടക്കാവുന്ന പറഞ്ഞാട്ടെ രാജാവിന്റെ മേളയിലൊക്കെ നടക്കാം. സ്തോത്രം. ഒരു സിംഹത്തെ കഴുതയുടെ കൂട്ടിലിട്ട് വാക്കിയാൽ കുഞ്ഞുനാൾ മുതലേ വാക്കിയാൽ അതെങ്ങനെ കഴിയുള്ളൂ? കഴുത കഴിയുന്ന പോലെ കഴിയത്തുള്ളൂ. സ്വന്തം നല്ല കൂട്ടായ്മ വേണം നമുക്ക്. നല്ല സിംഹപ്പിള്ളാരുമായിട്ട് വേണം. നല്ല ജയത്തിന്റെ വാക്ക് പറയുന്ന ദൈവമക്കളൊക്കെ. പ്രശ്നം വരുമ്പോൾ കരയാനല്ല നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോട് പറഞ്ഞാൽ നാം അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. കിട്ടുമെന്ന് കൊണ്ട് നടത്തുന്നവരെല്ലാം നമ്മൾ കൊടുക്കാൻ വന്നവരാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കൾ അവരുടെ തല കൈവച്ച് വേണ്ടാത്ത സ്പിരിറ്റിനെ എല്ലാം ശാസിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ധീരത്വത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. നമുക്ക് ഭയമുണ്ട്, നമ്മളിൽ ഉള്ളവനെന്തില്ല, ഭയമില്ല. അത് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാ ധീരത്വത്തിന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യാചകാത്മാവിനെ ഞാൻ ശാസിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ നിരാശയുടെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിണക്കത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മളിലുള്ള ആത്മാവ് സ്നേഹത്തിന്റെ, നമ്മളിലുള്ള ആത്മാവ് വിശ്വാസത്തിന്റെ, നമ്മുടെ അകത്ത് വന്നവനൊരു രാജാവ്. എല്ലാവരും പറഞ്ഞ് എന്റെ അകത്തുള്ളവനൊരു രാജാവ്. എന്തോ വചനം പറഞ്ഞ് നമ്മൾ അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ മോശക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. ഓർക്ക പറ, ഞാനൊരു രാജാവ്. വിളിച്ചു പറഞ്ഞാണ് I am a royal priest. ഓർക്ക പറഞ്ഞാണ് അവരുടെ പറയുന്നത് ഒന്ന് കണ്ടേ, അവന്ന് കണ്ടേ, അവന്ന് വിശ്വാസത്താൽ കണ്ടേ, അവന്ന് വിശ്വാസത്താൽ കണ്ടേ. നിന്റെ കാര്യം നടക്കുകയല്ല, ഈ പട്ടണത്തിൽ അനേകരെ നീ അനുഗ്രഹിക്കും. പത്രോസേ, നിന്റെ വള്ളം നിറയല്ല, അനേക വള്ളങ്ങളിലേക്ക് നിന്റെ വള്ളത്തിൽ നിന്ന് പകർന്നു കൊടുക്കുവാൻ നിന്റെ വള്ളത്തെ ഞാൻ നിറയ്ക്കാൻ പോവാ. ദൈവത്തോട് കാര്യം പറയുന്നത് കുറച്ചു പേരേ ഉള്ളൂ. പക്ഷേ ഇടുന്നരുത്. വലുതൊന്ന് കണ്ടാൽ വലിയത് കർത്താവ് ചെയ്യും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ദേവദാസന്റെ അനുഭവം ഞാൻ എന്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തകർന്ന് ഈ പട്ടണത്തിൽ വന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. $1 പറയുന്നതിന് കുഴപ്പമില്ല. വെറും $1 ഒരു വലിയ ചർച്ച് $1 സൗജന്യമായിട്ട് നമ്മുടെ കർത്താവ് ആരാമറിയോ? രാജാവ്. സഹോദരന്മാരെ, ഞാൻ കാര്യം പറയാം. സ്വത്രം ഇടുങ്ങരുത്. ചെറിയൊരു കാഴ്ചപ്പാടല്ല, വലിയൊരു കാഴ്ചപ്പാടുണ്ടാകട്ടെ. കൊടുക്കുന്നവനാണ് ഈ പട്ടണത്തെ ദൈവമക്കൾ അനുഗ്രഹിക്കും. ഈ പട്ടണത്തിൽ അനേക സ്ഥലത്ത് നിന്റെ കാലിയോട്ടും ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കാലിയോട്ടുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് കർത്താവിന്റെ പറഞ്ഞത്. ആ ശിഷ്യന്മാർക്ക് എടുക്കാം. കർത്താവെ എവിടെ ഒരുക്കും? നിനക്ക് പെസഹ കഴിപ്പാൻ നമുക്ക് ഇടമില്ലെന്നേ, നമുക്കൊന്നും ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ലെന്നേ, നമ്മുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാന്നേ, ഇടുങ്ങിയ ഹൃദയമാണ് അവരുടെ അടുത്ത്. അന്ന് മണർകാട് ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ആ കെട്ടിടത്തിൽ നിന്നോണ്ട് ജനങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുന്നതായി വാക്ക് എനിക്ക് കാണിച്ചു. ഇവിടെ നിൽക്കും കർത്താവ് പറയാം, നീയും ഞാനും അല്ല നമ്മൾ. കർത്താവേ, നിനക്ക് പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ? നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ ഒരു കൂടം വെള്ളം ചുമന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലൂടെ അല്ല വിടരുത്. ആരും മൈൻഡ് ചെയ്യാതെ വിടരുത്. ഒന്നുമില്ലെന്ന് നമ്മൾ കരുതിവരെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാം. ഇവിടെ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന ആരോ ജോലിപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയെ കർത്താവ് ഉപയോഗിക്കാൻ പോകുക. എല്ലാവരും സ്വന്തം ചെയ്താട്ടെ. പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ കർത്താവ് ഉപയോഗിക്കുന്നു. പ്രാർത്ഥിച്ചു. കർത്താവിന്റെ മഹത്വം കർത്താവ് സായിപ്പുമാര് വരും. പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു ഏറ്റെടുത്തു. സായിപ്പുമാരെ ഒരുങ്ങി വരും. നിനക്ക് വേണ്ടി നിൽക്കാൻ, നിനക്ക് വേണ്ടി പറയുവാൻ. നിങ്ങൾ അവന്റെ പുറകെ എവിടെ ചെല്ലണം? നിങ്ങൾ പോകണം. ആ ദൂതനായി ചെയ്തിട്ട് അകത്തോട്ടും പുറത്തോട്ടും എല്ലാം പോയിട്ട് വാതിൽ തുറന്നു. നീ തന്നെ പോകണം. നീ പ്രാർത്ഥിച്ചോണ്ട് മാത്രം ഇരുന്നാൽ പോലെ എന്ത് ചെയ്യണം? പോണം. അവളെ വാതിൽ തുറക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. വായിച്ച അവസാനിപ്പിക്കാം. ഞാൻ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാലയുടെ ഗുരു ചോദിക്കുന്നു എന്ന് പറയുകയും ഞാൻ എന്റെ ശിഷ്യന്മാര് ഇവര് പറഞ്ഞ എന്തോ നിനക്കൊരു എന്തോ അങ്ങനെ പ്രസംഗം. ഞാൻ എന്റെ ശിഷ്യന്മാർ, ഭർത്താവ് ഭാര്യ ഒന്നിച്ച പരിപാടി ഉള്ളിൽ മേലാലവർ രണ്ടല്ല, അല്ലാതെ ഒരു പദ്ധതി കർത്താവിനില്ല. നിന്നെ കൂടാതെ ഒരു പദ്ധതി കർത്താവിനില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തു ഉണ്ടോ ആ മണവാട്ടിയുമാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കേൾക്കണം. ഈ ഭർത്താക്കന്മാർക്ക് അവരെ ഒരുങ്ങിയ ഇമ്പോർട്ടൻ്റ് ആണ് ഭാര്യയുടെ ഒരുക്കം. ശരിയല്ലേ?
പുള്ളി ഇട്ടിരിക്കുന്നതിന് വലിയ പ്രസക്തിയില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. മണവാട്ടിയെ ബെസ്റ്റായിട്ട് നടത്തത്തുള്ളൂ. ഇന്ന് പകൽ ഹൃദയമൊക്കെ ഒന്ന് വിശാലമാകട്ടെ. ഉറക്കെ പറഞ്ഞ കർത്താവിന്റെ മണവാട്ടി ഒന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ബെസ്റ്റായിട്ട് നടത്തത്തുള്ളൂ. ഒന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ മണവാട്ടിമാരെ എവിടെ ഇരിക്കുന്നു? ഈ സൈഡിലിരിക്കുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞ് അത്ഭുതകരമായിട്ട് നടത്തത്തുള്ളൂ. യേശുവിന്റെ മണവാട്ടിയായ എന്നെ അത്ഭുതകരമായിട്ട് നടത്തത്തുള്ളൂ. ആമേൻ. അടുത്ത വാക്യം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു. എന്തോ കാണിച്ചത്? വിരിച്ചൊരുക്കിയ നിങ്ങൾ ഇംഗ്ലീഷിലെ ഭാഗം വായിക്കണം. അഡോർൺഡ് വിത്ത് കോസ്റ്റ്ലി കാർപ്പറ്റ്സ് എന്ന ഒരു വേർഷൻ എഴുതി. എങ്ങനെ? അഡോർൺഡ് ആൻഡ് പ്രിപ്പയർഡ് വിത്ത് കോസ്റ്റ്ലി കാർപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ഒരുക്കണ്ട, ഞാൻ ചെയ്തിട്ടുണ്ടായി. ഇവര് പോയി എന്താ ചോദിച്ചത്? ഞങ്ങളെവിടെ ഒരുക്കണമെന്നല്ലേ ചോദിച്ചു. അടുത്തിരിക്കുന്ന ആളെ കയ്യിൽ പിടിച്ചു വേദന വരുന്നവർ ഞെക്കി. എന്നിട്ട് പറയാം നീ ആയിട്ട് ഒരുക്കണ്ട, നീ മണവാട്ടിയ, നീ മണവാട്ടിയ, നീ മണവാട്ടിയ, നീ ഒന്നും ഒരുക്കണ്ട. നീ പക്ഷെ പോണം, നീ പോണം, നീ ഒരു സ്റ്റെപ്പുകൾ വെക്കണം. നിന്നെ മാനിച്ച് നടത്തുക എന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയാണ്. ചേർന്ന് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. വിരിച്ച് ഒരുക്കിയ. അപ്പൊ ഒരുക്കിയിടത്തുള്ളതിന് ഫൈനൽ ടച്ചേ ഉള്ളൂ, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇനി നീ ആയിട്ട് കാർപ്പറ്റ് ഇടണ്ട, നീ ആയിട്ട് കെട്ടിടം എടുക്കണ്ട, നീ ആയിട്ട് ഒന്നും ചെയ്യണ്ട. ഇട്ട കാർപ്പറ്റും നേരെയൊക്കെ ഇടുന്ന ജോലിയെ നിനക്കൊള്ളൂ. ചേർന്ന് പറഞ്ഞാട്ട് എല്ലാം ഒരുക്കിയിരിക്കുക മോളെ, എല്ലാം ഒരുക്കിയിരിക്കുക മോളെ, എല്ലാം ഒരുക്കിയിരിക്കുക. രാജാവ് കല്യാണത്തിന് വിളിച്ച് പെയ്യുന്ന പറഞ്ഞു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. പറഞ്ഞു നമ്മളേതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആദ്യമേ കലവറ ചെന്ന് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയാം 100 പേരെ വിളിച്ചെങ്കിൽ 150 പേർക്കുള്ളത് ഈ ലോക മനുഷ്യർ ഒരുക്കിയെങ്കിൽ എന്നെ നിങ്ങളെ സുവിശേഷത്തിന്റെ വലിയ വിളികൊണ്ട് വിളിച്ച കർത്താവ് ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളൂ. ഒരുക്കിയിട്ടുള്ളൂ. ഒരുക്കാൻ പോവല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ഒരുക്കുന്നത്, നീ 40 വർഷം അല്ല ഒരുക്കുന്നത്. അവൻ പണ്ടേ ഒരുക്കിയിരിക്കുക. സ്ഥാപനത്തിന് മുമ്പേ ഞാൻ 3 ദിവസം പ്രാർത്ഥിക്കുക. കർത്താവിനുള്ള കൂട്ടായ്മയാണ് ഉപവാസം. അല്ല കർത്താവിനെ കൊണ്ട് ചെയ്യിക്കാനല്ല. പ്രിയയായ നിനക്ക് വേണ്ടി എല്ലാം സ്തോത്രം. അടുത്ത വാക്യം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ച് അവിടെ നമുക്ക് ഒരു അവിടെ അവിടെ നമുക്ക് അവിടെ അവിടെ ഉറക്കെ പറഞ്ഞ നമുക്ക് ഒന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്റെ കർത്താവിന്റെ പ്രിയനാണ് ഉറക്കുന്ന പറഞ്ഞു. എന്റെ കർത്താവിന്റെ കൺമണിയാണ് ഞാൻ. ഒന്ന് പറഞ്ഞു പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്നറിയോ? കർത്താവിനെ നമ്മളെ രണ്ടാക്കിക്കൊണ്ടിരിക്കുക. സകല ദുരുപദേശങ്ങളും അതിനുള്ളത്. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുനിന്ന് കളയും. ആരെയും വിട്ടിട്ട് പറയും നീ കുറച്ചുകൂടെ ഒന്ന് ആയാലേ കർത്താവ് നിന്നെ അംഗീകരിക്കണം. ഒരു കുറച്ചും ആകണ്ട. സ്വന്തം നീ അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നിന്നെ തെരഞ്ഞെടുത്തു. തങ്കുബ്രദർ കോട്ടയത്ത് നടന്നൊരു സംഭവം പറയുന്നത്. ഈ സമയത്ത് തങ്കുബ്രദർ പ്രത്യേകം നിങ്ങൾ എല്ലാവരും അങ്ങനെ പറയുന്നു, പ്രാർത്ഥന പറയുന്നു. തങ്കുബ്രദർ പറഞ്ഞ ഒരു സംഭവം കൂടെ പറഞ്ഞാണ് അവസാനം. കോട്ടയത്ത് നടന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഏറ്റവും വലിയൊരു ധനാഢ്യനായ വ്യക്തി. ഇന്നേക്ക് 10-60 വർഷം മുമ്പ് കാർ അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. കാർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള വലിയ കുടുംബക്കാർ. ആ കുടുംബത്തിലെ പയ്യൻ, ഏകമകൻ, പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് സ്നേഹത്തിലായി. അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. ഈ പയ്യൻ പറഞ്ഞ് ഇവളെല്ലാം ആരെ ഞാൻ കെട്ടുകയില്ല. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? അതിലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ മണവാളം നമ്മളെ തരുന്നത്. എല്ലാ യോഗ്യതയുണ്ട്. ഇന്നലെ ജയിക്കുന്നുണ്ട് പറയുന്നത്. ബ്രദറെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം നമ്മളൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുത്തത്. അതാ എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ഹല്ലേലൂയ ഓർക്കുക. എല്ലാ യോഗ്യതയുണ്ടോ? ഒരു രാജാവ് ഒരു ആദിവാസി പെണ്ണിനെ പോയി കെട്ടു. അതിലും ഭയങ്കരമാണ് നമ്മളെ തരുന്നത്. ഹല്ലേലൂയ. വാസ്തവത്തിൽ എന്നിട്ട് എന്താ ആ ചെയ്തെന്നറിയാമോ? ഈ അപ്പന് മനസ്സിലായി ഇങ്ങനെ ഒരിക്കലും ഇവിടെ എത്തില്ല. അപ്പനൊരു കണ്ടീഷൻ വെച്ചു. ശരി, ഒറ്റ കണ്ടീഷൻ, ഇവിടെ കെട്ടിക്കും. ഇവിടെ നമുക്ക് ചേരുന്ന പെണ്ണ്
നീ അങ്ങ് സ്നേഹിച്ചു പോയതുകൊണ്ട് ഒറ്റ പണിയേ ഉള്ളൂ, ഇവരെ നമ്മുടെ സ്റ്റാൻഡേർഡിലാക്കിട്ട് കെട്ടുക. ഇങ്ങനെ അതുകൊണ്ട് നീ നമ്മളെക്കാൾ വലിയൊരു ബംഗ്ലാവ് നീ മേടിക്കണം. അവർക്ക് പൈസ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യുമ്പോ വലിയൊരു ബംഗ്ലാവ് മേടിച്ചവരെ അവിടെ ആക്കും. അവരിപ്പോ ഇട്ടിരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമൊന്നും വിട്ടാൽ പോരാ, ബെസ്റ്റ് വസ്ത്രങ്ങൾ ഞാൻ മേടിച്ചു കൊടുക്കും. നമ്മളെക്കാൾ നല്ലൊരു കാർ അവർക്ക് മേടിച്ചു കൊടുക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. എന്നിട്ട് ചില സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ അവരെ പഠിപ്പിക്കും. ആഷ്പുഷാക്കും. പ്രിയപ്പെട്ടവരെ, ഈ പല സമയം പ്രസംഗിക്കുന്നത് നിങ്ങളിൽ എത്ര പേര് അങ്ങോട്ട് പോകുന്നതാണെന്നോ ഭയങ്കര ഭീകര ഉപദേശം ഓൾറെഡി തെരഞ്ഞെടുത്തുക. ഇവിടെ നടക്കുന്ന എന്നാ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കൈകൊടുത്ത് പഴയ സൈസ് ഒത്താണെന്ന് പറയുന്നു. പറയുന്ന പൊട്ടച്ചൊല്ല് കളിവാക്ക് എങ്ങനെ എന്ന് പറഞ്ഞാൽ നിന്നെ കല്യാണം നിശ്ചയം ചെയ്ത വീടിന് ചേരാത്തൊന്നും പറയരുത്. സഭയ്ക്കകത്ത് ജനത്തെ രണ്ടാക്കിയിരിക്കുക. കുറച്ചുപേര് പോകുന്നവരും അങ്ങനല്ല. നീ അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്. അടുത്തിരിക്കുന്ന അവനെ സൗന്ദര്യം കൊണ്ട് തിരഞ്ഞെടുത്തതല്ല, നീ പ്രാർത്ഥിക്കുമെന്നോർത്ത് തിരഞ്ഞെടുത്തതല്ല, നീ വലിയ വിശുദ്ധനാണ് കണ്ട് തിരഞ്ഞെടുത്തതല്ല, കൃപയാൽ തിരഞ്ഞെടുത്ത, അർഹത നോക്കാതെ തിരഞ്ഞെടുത്ത. ഇന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തന്റെ മാന്യതത്തോളം നമ്മളെ ആക്കിയിട്ട് കെട്ടാൻ പോവുക. അതാണ് പറയുന്നത്, അവനെ അവളെ വചനത്തോടു കൂടിയ അത് സ്നാനത്തെ കുറിച്ചുള്ള വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി താൻ ഇച്ഛിക്കുന്ന നിലയിൽ അവളെ ആക്കിയെടുക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, കുറവുകൾ നോക്കാതെ സ്നേഹിക്കണം. ഓരോ ഭർത്താക്കന്മാരും നീ അറിയണം, നിന്റെ ഭാര്യയ്ക്കകത്ത് ഒരു വലിയ വ്യക്തി ഇരിപ്പുണ്ട്. ഇപ്പൊ അവർക്ക് ദുസ്വഭാവങ്ങൾ കാണും, വാക്ക് ശരിയതായിട്ട് സാരമില്ല. ക്രിസ്തു എങ്ങനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതുപോലെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ നന്മ കണ്ടിട്ടല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാൽ അവിടെ നമുക്കൊരുക്കുകയും വീണ്ടും ദൈവത്തിന്റെ ആത്മാവെന്ന പകലിനോട് പറയുന്നു, തന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ, എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ജീസസ് നെയിം എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. താങ്ക് യു ജീസസ്. ഒരുക്കാൻ പോവല്ല, ഒരുക്കി കഴിഞ്ഞിരിക്കുക. ഇനിയും കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. താങ്ക് യേശു നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാജകീയ മണവാട്ടിയാണ്. തന്റെ മാന്യതയ്ക്ക് ഒത്തവണ്ണം അതിനെ ഉയർത്താൻ പോകും. എല്ലാവരും കർത്താവിനെ ആരാധിച്ചു. Thank you, Jesus. എല്ലാം വീർത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാം ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തെ വിട്ടുമാറട്ടെ. ഒരു രാജകീയ നക്ഷത്രം അങ്ങനെക്കുള്ളത് യേശുവിന്റെ നാമത്തിൽ പരാജയമാകാൻ ഞാൻ പൊക്കത്തില്ല. ഈ ഒരു ദരിദ്രനല്ല, യാചകാത്മാവല്ല, കൊടുക്കുന്ന ആത്മാവാണ്. ഈ കൈവെക്കുന്ന രോഗികൾ സൗഖ്യമാകും. ഈ കാഴ്ചവെക്കുന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടും. ഈ ചെയ്യുന്ന വീട് അനുഗ്രഹിക്കപ്പെടും. ഈ ചെന്നാൽ അവിടെ വെളിച്ചമെന്നാൽ അഭിഷേകത്തിൽ നടന്നാരാധിച്ചു. അപ്പോഴത്തെ അനുകൂല ശക്തി ഇന്ന് മക്കളുടെ വ്യാപരിക്കുക. നീ ചെയ്യാനിയാണ്. Crucifixion of the love of each other.